നമുക്ക് ഈശ്വരൻ തന്ന വരപ്രസാദം, മക്കളില്ലാത്ത നമുക്ക് ഭഗവാൻ തന്ന വരം. എന്ത് ഭംഗിയാണ് ഈ പൈതലിന്റെ മുഖം കാണാൻ പ്രഭു. ഇത് നമ്മുടെ മകൻ തന്നെയാണോ? സംശയം എന്താ? ഇന്നു മുതൽ ഈ പൈതലിന് നീയേ മാതാവ്. മാതാവ്? മാതാവ്? ഈ കുഞ്ഞിന് ഞാൻ മാതാവ്? ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ഈ ബാലകൻ ലോകവിഖ്യാതനാകും. ഖണ്ഡത്തിൽ മണിയോടുകൂടെ ഭൂജാതനായതിനാൽ ഈ ബാലന് മണികണ്ഠൻ എന്ന് പേരിടാം. മണികണ്ഠൻ, മണികണ്ഠൻ, ആഹാ, ദിവ്യമായ പേര് പ്രഭു. രാജാവിനും രാജ്ഞിക്കും ഒരു പുത്രൻ കൂടെ ജനിച്ചു. മണികണ്ഠനെ കിരീടാവകാശിയായി വാഴിക്കാൻ രാജാവ് ആഗ്രഹിച്ചപ്പോൾ പകരം തന്റെ ഇളയ മകനെ കിരീടധാരിയാക്കണമെന്ന് കൊട്ടാരമന്ത്രി രാജ്ഞിയുടെ മനസ്സിൽ വിഷം കലർത്തി. രാജ്ഞി
മന്ത്രിയുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട് പട്ടാഭിഷേകം തടയുവാനും മണികണ്ഠനെ എന്നേക്കുമായി ഒഴിവാക്കാനുമായുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി. മണികണ്ഠ, നിനക്ക് 12 വയസ്സ് തികഞ്ഞിരിക്കുന്നു. നീ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി അസ്ത്രശസ്ത്രത്തിൽ നിപുണനുമായി പന്തള ദേശം കീഴടക്കാനെത്തിയ വാവരെ നീ നിരായുധനായി തോൽപ്പിച്ചു. ഇനി മണികണ്ഠന്റെ പട്ടാഭിഷേകം നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ നടത്താൻ നാം ആഗ്രഹിക്കുന്നു. എനിക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല പ്രഭു. ഈ വേദന എനിക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ ദീനം മാറാൻ ഔഷധമൊന്നുമില്ലേ? ഉണ്ട് മണികണ്ഠ, പക്ഷെ കൊട്ടാര വൈദ്യൻ കൽപ്പിച്ചിരിക്കുന്ന ഔഷധം പുലിപ്പാലിൽ ചേർത്ത് വേണം സേവിക്കാൻ. ഇനി നാം എന്ത് ചെയ്യും? കാട്ടിൽ പോകുന്നതാര്? പുലിപ്പാൽ കൊണ്ടുവരുന്നതാര്? ഈശ്വര, എന്താണ് ഒരു മാർഗം? പിതാവേ, ഞാൻ പോകാം കാട്ടിലേക്ക്. പുലിപ്പാൽ ഞാൻ കൊണ്ടുവരാം. വേണ്ട മകനെ, ഈ അപകടം പിടിച്ച സാഹസിക യാത്ര വേണ്ട. അത് വേണ്ട. അങ്ങ് ധൈര്യമായിരിക്കും, ഞാൻ പോയി വരാം. മണികണ്ഠന്റെ ജന്മനിയോഗം പൂർത്തീകരിക്കേണ്ട സമയമായിരിക്കുന്നു. അമ്മയുടെ ഉദരരോഗം മാറ്റുവാൻ വനത്തിലേക്ക് പുലിപ്പാൽ തേടി പോകുവാൻ മണികണ്ഠനെ നിയോഗിച്ച കൊട്ടാര വൈദ്യർക്ക് അറിയില്ലല്ലോ മണികണ്ഠ രാജകുമാരന്റെ ജന്മനിയോഗം ദേവന്മാരെ ദ്രോഹിക്കുന്ന ആ ദുഷ്ടമഹിഷിയെ വധിക്കുവാനായിരുന്നു എന്ന്. പുലിപ്പാൽ തേടി വനത്തിലേക്ക് പോയ മണികണ്ഠൻ മഹിഷിയെ കാണുവാനും ഏറ്റുമുട്ടുവാനും ഇടവന്നു. അവർ തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിന്റെ ഒടുവിൽ മഹിഷിയെ മണികണ്ഠൻ വധിച്ചു. മണികണ്ഠന്റെ തൃപ്പാദങ്ങളുടെ സ്പർശനത്താൽ മഹിഷിയുടെ ശരീരത്തിൽ നിന്ന് മുക്തിയായ ലീലാവതി ശാപമോക്ഷം നേടി. നിനക്ക് എന്ത് ധൈര്യം എന്റെ സാമ്രാജ്യത്തിലേക്ക് വരാൻ? ഞാൻ മണികണ്ഠൻ, ദുഷ്ടയായ മഹിഷി, നിന്നെ വധിക്കുവാനാണ് ഞാൻ ജന്മമെടുത്തത്. ഇതിലും വലിയ ദേവന്മാരെ കണ്ട് ഭയക്കാത്ത ഞാൻ നിന്നെ കണ്ട് ഭയക്കുമെന്ന് തോന്നുമോ? നീ വെറും ബാലനാണ്, ബാലൻ. ഈ മഹിഷിയോട് കളിക്കേണ്ട, കടന്നു പോ. ഷൺമുഖൻ ബാലനായിരുന്ന കാലത്താണ് താരകാസുരനെ എതിർത്തതും വധിച്ചത്. ഞാൻ ജനിച്ചത് നിന്റെ സംഹാരത്തിനായി. എടാ കുഞ്ഞ്, നീ എന്നെ സംഹരിക്കാനോ? എന്നാലൊന്ന് കാണട്ടെ.
ശാപമോക്ഷം കിട്ടി. ഇനി ഞാൻ അവിടത്തേക്ക് സ്വന്തം. ദയവായി എന്നെ സ്വീകരിച്ചാലും. ദേവിയുടെ ആഗ്രഹം നിറവേറുന്നു. ഈ അവതാരത്തിൽ ഞാൻ നിത്യ ബ്രഹ്മചാരിയായി കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ഭാവിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടും. അതിനടുത്തായി നിനക്കും ഒരു ക്ഷേത്രം നിർമ്മിതമാകും. എന്നെ ദർശിക്കാൻ വരുന്ന ഭക്തർ നിന്നെ മാളികപ്പുറത്തമ്മ എന്ന പേരിൽ വിശേഷിപ്പിക്കും. ഇതാ നോക്കൂ, ഞാൻ പുലിയെ കൊണ്ടുവന്നിരിക്കുന്നു. വേണ്ടത്ര പാൽ എടുത്തുകൊള്ളൂ. മണികണ്ഠ, ദുഷ്ടയായ ഈ അമ്മയോട് ക്ഷമിക്കൂ മണികണ്ഠ, ക്ഷമിക്കൂ. ദുരാഗ്രഹത്താൽ നിന്നെ അപകടത്തിലേക്ക് തള്ളിവിട്ട പാപിയാണ് ഞാൻ, വെറും പാപി. എന്നോട് ക്ഷമിക്കൂ. ദേവി, എന്താണ് നാം ഈ കേൾക്കുന്നത്? ഇതെല്ലാം സത്യമാണോ? എന്നോട് ക്ഷമിക്കൂ പ്രഭു. മണികണ്ഠ, എനിക്കിപ്പോൾ മനസ്സിലായി മണികണ്ഠ, നീ ഒരു സാധാരണ ബാലകനെ അല്ല, ഭൂമിയിലേക്ക് വന്ന അവതാരമാണ്. ദയവായി ആ പുതിയെ തിരിച്ചയക്കും. മകനെ മണികണ്ഠ, ഇവരുടെ തെറ്റുകളെല്ലാം പൊറുക്കൂ. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഇവരുടെ തെറ്റുകളെല്ലാം പൊറുക്കൂ മകനെ. ഇന്ന് തന്നെ കുമാരന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. അതെ അതെ, അതാണ് ശരി. നടന്ന കാര്യങ്ങൾക്കെല്ലാം ഇവർ ഒരു നിമിത്തം മാത്രം. ഞാനിവിടെ വന്നതിന്റെ കാരണമേ വേറെ. രാജ്യം ഭരിക്കാനുള്ള മോഹം എനിക്കില്ല. അതെന്റെ കർത്തവ്യവുമല്ല. പിതാവേ, ഇപ്പോൾ ഞാൻ അയക്കുന്ന ഈ ശരം എവിടെ വീഴുന്നുവോ അവിടെ എനിക്കായി ഒരു അമ്പലം നിർമ്മിക്കുക. തൊട്ടു മുൻപിലായി 18 സിദ്ധികളുടെ പ്രതീകമായി 18 പടികളും നിർമ്മിക്കണം. ഓരോ വർഷവും ഇരുമുടിക്കെട്ടേറി വരുന്ന ഭക്തർ അതിൽ മേലേറി സകല സിദ്ധികളും നേടട്ടെ. എന്റെ ദർശനത്തിനായി വരുന്ന ഭക്തർ എന്നെ അയ്യപ്പൻ എന്ന് വിളിച്ചുകൊള്ളു. ഭഗവാനെ, ഞാൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അമ്മേ, സങ്കടമരുത്. സന്തോഷത്തോടുകൂടി എന്നെ യാത്ര അയക്കൂ. എങ്ങനെ മണികണ്ഠ, അതെങ്ങനെ സാധിക്കും? നിന്റെ ദർശന ഭാഗ്യം ഇനി ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ലേ? സംശയം വേണ്ട മാതാവേ. പ്രതിവർഷം മകരസംക്രമ ദിവസം ശബരിഗിരിയിൽ പരംജ്യോതി രൂപമായി എല്ലാവർക്കും ഞാൻ ദർശനം നൽകും.
പുലർപ്പടിന്തേൻ ഓ